ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻട്രോ ഒന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയുടെ ചെറിയൊരു ക്ഷീണമുണ്ട് നമുക്ക്. അതായത് ഒരുപാട് പേര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത്. നമ്മൾ ഗൗരവപരമായിട്ടും ആ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് നമ്മുടെ ബിനീഷ് പുറയെ ഞങ്ങൾ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു കുറച്ചധികം പേര് കമൻ്റ് ഉണ്ടായി. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് ബ്രോ പോയത്? വട്ടവട പോയിട്ട് 2-3 വീഡിയോ എടുത്തില്ലേ? അതെ. അതിൽ ബ്രോ ഉണ്ടായിരുന്നു? ഫുൾ ടൈം ഞങ്ങളോടായിരുന്നു. ഞങ്ങൾ 5 ദിവസം ഒരുമിച്ച് തകർത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ വളരെ നമുക്ക് സങ്കടകരമായ രീതിയിൽ ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായി. ചിലപ്പം അത് നമുക്കത് കണക്ട് ചെയ്യാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ ചെയ്ത പ്രശ്നം വെച്ചാൽ അതിൽ എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ചോദ്യത്തിനകത്ത് നിന്ന് പുള്ളി ഒഴിവാക്കിയെന്ന്. അതിൻ്റെ കറക്റ്റ് കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ തരുന്നതാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ബിനീഷ് ബ്രോ നമ്മളൊരു ചോദ്യം ചോദിക്കും, ബിനീഷ് ബ്രോ പറയും ഞാൻ പറയാമെന്ന് പറയും. അപ്പം നമ്മളതിനകത്ത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റ് കിട്ടുമെന്ന് വെച്ചിട്ട് അറിയാത്തവരടുത്ത് നമ്മൾ പോകും. അതിനകത്ത് പ്രവീൺ ബാബുലേൻ കുറേ അധികം ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനാണ് കൂടുതൽ കാര്യം പറയുന്നത്, പുള്ളി പറയുന്നത്. പക്ഷേ ബിനീഷ് ബ്രോ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ ഞാൻ പറയാം എന്ന് പറഞ്ഞ് പൊക്കും. അപ്പം നമ്മൾ ചോദിക്കും ഓൾറെഡി പുള്ളിക്കറിയാം. അപ്പം പുള്ളിയോട് ലാസ്റ്റ് ചോദിക്കാൻ രീതിയിലാണ് പോകുന്നത്. പക്ഷേ പ്രവീൺ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കും. പ്രവീൺ സാധാരണ നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അതാണ്. പ്രവീൺ അവിടെ ഇങ്ങനെ ഇരിക്കും, നമ്മളേക്കും പുള്ളി പറയത്തില്ല, പൊട്ടത്തരമെല്ലാം ആയിരിക്കും പറയുന്നത് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് പോകുമ്പോൾ പുള്ളി കറക്റ്റായിട്ട് പറയും. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബിനീഷ് ബ്രോയും ക്ഷമിക്കുക. ഞാൻ എന്നെ ക്ഷമിക്കാൻ മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി പ്രവീൺ ബ്രോ മനസ്സിലായി ക്ഷമിക്കുക. നമുക്ക് ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് തന്നെയാണ്. അപ്പം ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ചിലർ പേഴ്സണലി മെസ്സേജ് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യേണ്ടതാണ്. നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല. നമ്മൾ ഒരുപാട് പേര് ഗസ്റ്റ് കൊണ്ടുണ്ട്. ഇവിടെ നമ്മളെ ബിനു ബ്രോയെ കൊണ്ടുണ്ട്, ബിനീഷ് ബ്രോയുടെ കൂട്ടുകാരൻ. അദ്ദേഹത്തെയൊക്കെ ട്രീറ്റ് ചെയ്ത് നമുക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ ജോസ്, നമ്മൾ വരുന്നവരെല്ലാം നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് വിടുന്നത്. ആ ഒരു വീഡിയോക്കകത്ത് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, വീണ്ടും ഞങ്ങൾ പറയുന്നു. അപ്പോൾ ഇനി തൊട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് നമ്മൾ നിർത്തുവാണ്. അതിന് വേണ്ട, കാരണം ഒരു ഇല്ലേ വേദി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ് നോക്കുന്നത്. ചിലപ്പം അത് അടിപൊളിയായിരുന്നു ബ്രോ. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്ത് ആണ്. പക്ഷെ നമുക്ക് ഈ എല്ലാവരും ഒരേ ആൾക്കാർ ഇപ്പം പ്രവീണന് ഉത്തരം പറയുമ്പം മറ്റുള്ളവർക്ക് അടുത്ത് തന്നെ സ്കിപ്പ് ചെയ്യാതെ വിടാൻ പറ്റത്തില്ല നമുക്ക്. ഇപ്പം ബ്രോയ്ക്ക് അറിയാമെന്ന് പറയുമ്പോൾ ബ്രോ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് ഫണ്ണി ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് സീരിയസ് ആയിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറ്റിയത്. അപ്പോൾ ദയവായി ക്ഷമിക്കുക. അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി കപ്പയും ബീഫുമാണ്. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിട്ടുള്ള റുബിഡിയയിൽ KYC അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 500 ആൽബർട്ടോസ് ടോക്കനുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുവാനും സൂക്ഷിക്കുവാനുമുള്ള അവസരം അവർ ഒരുക്കുന്നുണ്ട്. കൂടാതെ മറ്റുള്ളവരെ റെഫർ ചെയ്തും നിങ്ങൾക്ക് ആൽബർട്ടോസ് ടോക്കനുകൾ നേടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒട്ടേറെ പ്രോജക്റ്റുകളുമായിട്ടാണ് റുബിഡിയം എക്സ്ചേഞ്ച് വന്നിട്ടുള്ളത്. റുബി വാലി റിസോർട്ട് പ്രോജക്റ്റും റുബിഡിയ സോഷ്യൽ മീഡിയ പ്രോജക്റ്റും. അതുകൊണ്ട് തന്നെ 10 റുബിഡിയം കോയിനുകളും കുറച്ച് ആൽബർട്ടോസ് ടോക്കനുകളും സ്വന്തമാക്കി നാളത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി സൈനപ്പ് ചെയ്ത് 500 എയർ ടോക്കനുകൾ സ്വന്തമാക്കുക. വാട്സ്ആപ്പ് ചാനൽ, ചാറ്റ് ലിങ്കുകളായിട്ടുള്ള എക്സെറ്റ്, ടെലിഗ്രാം വഴിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ എല്ലാം ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ അടിപൊളി ചലഞ്ചിലിട്ട് പോവാണ്. വീണ്ടും ഞങ്ങൾ പറയുന്നു, എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടാണ് ക്ഷമിക്കുക. പുള്ളിക്ക് സംഭവം ഇല്ലായിരുന്നേ നമ്മളെ തെറ്റ് തിരുത്തി പോകണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും പോകണം. നമുക്ക് ആൾക്കാരെ എങ്ങനെയാണ് കൂടുതലും പ്രതികരിക്കാൻ ആ രീതിയിൽ നമ്മളതിന് മാനിക്കണം അല്ലേ? അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആരെങ്കിലും വെച്ചാൽ നമ്മുടെ കേടികളിയും ബിനീഷ് ബ്രോ. പിന്നെ ബിനീഷ് ബ്രോയ്ക്ക് പുതിയൊരു പേരൊക്കെ കിട്ടാനല്ലേ? അതൊക്കെ ആ ഒരു വളരെ വട്ടവടയിൽ പോയി അടിപൊളി ഫീൽ ആണ്. ഒരു പേരൊക്കെ നൽകി ചെവിയിൽ ഒരു പേരൊക്കെ കൊടുത്ത് പുള്ളി അറിയപ്പെടുന്നു. അപ്പോൾ നല്ല രീതിയിൽ ആ പേരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര വൈബിലും ഓരോരുത്തർക്കും നമ്മൾ പേര് കൊടുത്തു. നമ്മുടെ കൂട്ടത്തിൽ വന്ന ഗസ്റ്റുകൾ, അതായത് കിംബോയ്, ശൈലാനും കൊടുത്ത് നമ്മൾ അവരെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിട്ടാണ്. നമ്മുടെ ഇപ്പി ഇല്ലേ, ഇവർക്ക് ഓരോ പേര് നൽകി നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിട്ടാണ്. പുള്ളി അതുപോലെ ഞങ്ങൾ അടുത്തൊരു പേരൊക്കെ കൊടുത്ത് കർമ്മമുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ബിനീഷ് ബ്രോ വിജയിച്ച് കഴിയുമ്പോൾ ആരും കമൻറ്റ് ചെയ്തില്ല. പലപ്പോഴും അത് ഞാൻ തന്നെ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബിനീഷ് ബ്രോ ജയിച്ച് കഴിയുമ്പോൾ ഒന്ന് പുള്ളിയെ കൂടെ സപ്പോർട്ട് ചെയ്യണം. കാരണം പുള്ളിക്ക് ഇതാ ഇല്ലേ ഇപ്പോൾ ഞാൻ റെസ്പോണ്ട് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് നമ്മളത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നണം പുള്ളി അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ ശ്രമിച്ചിട്ടില്ല. അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ഞാൻ ദൂരെ നിങ്ങൾ വിളിച്ചിട്ട് എപ്പോഴും വരുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ അടുത്താരൊക്കെയായിരുന്നു? പ്രവീൺ പോലെ അല്ല, ഇതാ കപ്പ സോഫ്റ്റ് കപ്പ, നാടൻ കപ്പ, വീട്ടിലെ കപ്പയും ബീഫ് ഉണ്ടല്ലോ. ബീഫുണ്ട്, ബീഫാ വിഷയം. ബീഫിന്റെ ചാറ് കുടിച്ചാൽ മതി. റാവത്തറല്ലേ ഇല്ലേ? ഞാനുണ്ട്. ബിനീഷ് ബ്രോയാണ് നമ്മൾ എതിരാളി. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വണ്ടി അങ്ങോട്ട് എഞ്ചിൻ പിടിക്കുന്നില്ല. അതെ, എന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ടല്ലേ, എന്തോ
എന്തെങ്കിലും കൂടോത്രമുണ്ടോ? എന്താണെന്ന് അറിയത്തില്ല. ബിനീഷ് കണ്ണ് കിട്ടി ഇനി ഇങ്ങനെ വല്ല കൂടോത്രം കൊടുത്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആന്ധ്രായി കിടക്കുന്നത് തനിക്കിട്ട് കൂടോത്രം കൊടുക്കാൻ എനിക്ക് എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ വരല്ലെന്നാ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. പേഴ്സണൽ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈറ്റിംഗ് ചലഞ്ചിലാക്കി ഇനി അങ്ങോട്ട് വരുന്നത്. നമുക്ക് ആ ഒരു ഭയങ്കര മനപ്രയാസം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ചലഞ്ച് നമ്മൾ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ഈറ്റിംഗ് ചലഞ്ച് നമുക്ക് പോവാം. നല്ല നാടൻ കപ്പയും ബീഫ് കറിയും. അപ്പോൾ നമ്മുടെ മത്സരം ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ അളിയന്മാരെല്ലാം വീട്ടിലെ കപ്പയുണ്ട്. വീട്ടിലെ കപ്പ ശരത്തലീൻ ഉണ്ടാക്കിയ ശരത്തലീൻ്റെ അമ്മ ഉണ്ടാക്കിയ ബീഫും അല്ലേ? സെറ്റാണ്. ഇവിടെ തുടങ്ങിയോട് കാണണോ കാണണോ വാർപ്പല്ലേ അണ്ണൻ തമ്പുരാൻ എന്ത് ഇതെന്ത് കാണിച്ചു ഇതെന്ത് കയ്യിലിരിക്കുന്നില്ല. അപ്പൊ ചാറ് വേണ്ട ചാറ് കൊടുക്കണം കേട്ടോ. ചാറ് കൊടുക്കണം. വേണ്ട കൊടുത്താട്ടോ, വെറുതെ കൊടുക്കല്ലേ കൊണ്ട്. കാരണം വേണ്ട നോക്കിട്ട് കൊടുത്താട്ടോ. എന്ത് രസമാണ് ബീഫ് ഇങ്ങനെ ഇളക്കി കുഴച്ച്. അതെ 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 തുടങ്ങാം. സെറ്റാക്കാം. ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. യെസ്. ആവേശകരമായ മത്സരം, പമ്പൻ മത്സരം. ബിനീഷ് ബ്രോയും തമ്മിൽ ബിനീഷ് ബ്രോയും റാവുത്തറും നമ്മുടെ നന്ദോളിയനും കേടിയും തമ്മിൽ. റാവുത്തർ ഇസ് ബാക്ക്. അത് തന്നെ റാവുത്തർ. പമ്പൻ മത്സരം. ബിനീഷ് ബ്രോ കമോൺ. ബിനീഷ് ബ്രോ കമോൺ. ബിനീഷ് ബ്രോ കമോൺ. പക്ഷേ ഇല്ല, വിട്ടുകൊടുക്കുന്നില്ല. ബിനീഷ് ബ്രോ ലീഡ് ചെയ്യുന്നുണ്ട്. റാവുത്തർ മനോഹരമായിട്ടാണ് ഒരു സൈഡിൽ നോക്കുകയാണ്. ആരായിരിക്കും അവിടെ? ആരാണ് എന്നെക്കാട്ടിൽ മുന്നിൽ നിൽക്കുന്നത് അല്ലേ? ചാറ് കൊടുക്കും. നല്ല ഈ ചാറ് കൊടുക്കും. ഒരു പരാതിയും പറയില്ല ആരും. എല്ലാവർക്കും ചാറ് കൊടുക്കണം. എല്ലാവർക്കും. നമ്മുടെ നന്ദോളി ലീഡ് ചെയ്യുന്നു. നന്ദോളി എങ്ങനെയുണ്ട്? വാ, സ്വർഗമാണോ മോനെ? സ്വർഗമാണോ? സവാള തരാം. ഓക്കെ ബിനീഷ് ബ്രോ ഒപ്പത്തിനൊപ്പമാണ്. ബിനീഷ് ബ്രോ ഒരു ഒറ്റ പിടിയേ ഉള്ളൂ. റാവുത്തറിനുണ്ട്. ഏകദേശം ഹാഫ് ആയിരിക്കാണ്. ഒറ്റപ്പിടി മാത്രം. റാവുത്തറാണോ അതോ ബിനീഷ് ബ്രോ ആണോ? രണ്ട് പിടിയില്ല. പിടിക്കുന്നു. പിടി എടുത്തു. ഒരു പിടി. ഇവിടെ അത് തന്നെ. ഇരുവർക്കിടയിൽ നിന്ന് വീർപ്പ് കൂട്ടുകയാണ് നമ്മുടെ പ്രവീൺ അളിയൻ. തമ്പുരാൻ വേർപൂട്ടുന്നു. തമ്പുരാൻ എങ്ങനെയുണ്ട്? സാധനമാണ് കിടില. കഴിഞ്ഞു. ആവേശകര മത്സരം. ഇറക്കണം. ബീഫുണ്ട്. ഒപ്പത്തിനൊപ്പമാണ്. വെള്ളം ഒപ്പത്തിനൊപ്പം ഇല്ല. ബിനീഷ് ബ്രോ ലീഡ് ചെയ്തു. ആരായിരിക്കും? റാവുത്തറാണോ? ഇറക്കണം. വമ്പൻ മത്സരം. ഒപ്പത്തിനൊപ്പം വാശിയേറിയ മത്സരം. അന്യായ മത്സരം. അടിപൊളി മത്സരം. ഇതൊന്നും മൈൻഡ് ചെയ്ത് ആസ്വദിച്ചിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് റെഡിയാക്കിയാണ് ഈ ചലഞ്ച്. നമ്മൾ ആ ഒരു വിഷയം കാരണം നമ്മൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയ ചലഞ്ചാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സാധനം? സൂപ്പറാണ്. ടേസ്റ്റ് ഉണ്ട്. ഒരു രക്ഷയില്ലേ? അടിപൊളി സാധനം. ബിനീഷ് ബ്രോ എങ്ങനെ? അടിപൊളിയാ. അടിപൊളി ടേസ്റ്റ് ഉണ്ടോ? ഒരു രക്ഷയില്ലേ? അതാ ഒഴിച്ചു വെച്ച് കണ്ടപ്പോ തൊട്ടേ നല്ല സ്മെല്ല് വന്നിട്ട് ആ മല്ലിയിലേക്ക് അത് കണ്ടില്ല. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് കണ്ടേ ഇല കണ്ടാ അറിയരുത്. മത്സരം എന്നുള്ള രീതിയിലല്ലല്ലോ. ചാറൊക്കെ വടിച്ചതാക്കി. വളരെ തിരിച്ചു വന്നു. പക്ഷെ എന്തോ എവിടെ ആരാന്ന് ഒരു പിടിയില്ല. അതെ, നമുക്ക് റിവൈൻഡ് ചെയ്യണം. നോക്കണം അല്ലേ? ഒരു എല്ല് വന്ന് ബിനീഷ് ബ്രോയ്ക്ക് തടഞ്ഞില്ലേ? എന്താ കമ്പ് കപ്പയുടെ വേരാണ് അല്ലേ? 2 മൈക്രോ സെക്കൻഡുകൾ എനിക്ക് റാവുത്തർ വിജയിച്ചു. തുറന്നായിരുന്നു. അതെ.
കഴിഞ്ഞ കുറെ പകരം വീട്ടിൽ ഈ ആർക്കേലും കൊടുക്കും പിന്നെ പൊട്ടം ഭീഷം അവിടെ നിന്ന് അല്ലല്ല ദിനേശ് ബ്രോയല്ലേ വിളിച്ചത് നീ വിളിച്ചത് ഇവനെ വിളിച്ചു കഴിഞ്ഞ തവണ അപ്പനായിട്ട് എന്താ കുത്തോറടൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മളത് മൈൻഡ് ചെയ്യില്ല മൈൻഡ് ചെയ്തിരിക്കുമ്പോൾ അവർക്ക് ഫീൽ ആകും. ദിനേശ്വറോ എന്താ എന്താ പറയാനുള്ളത്? ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, വിയർത്ത് കുളിച്ചു പോയി കഴിച്ചു. ഫുഡ് എങ്ങനെ ടൈറ്റ് അന്യായം വിളിച്ചതായിരുന്നു. രണ്ടുപേരും ഞങ്ങൾ വന്നാലല്ലേ അതിനൊരു കളം. അതെ തീർച്ചയായിട്ടും എനിക്ക് റാവുത്തർ തിരിച്ചു വന്നു. റാവുത്തർ തിരിച്ചു വരവിന്റെ പാതയില്ല. വന്നു തിരിച്ചു വന്നു. താങ്കൾ എന്ന് വരും തിരിച്ച്? ഒരു കൂട്ടം ആരാധകന്മാർ വെയിറ്റ് ചെയ്യും. എനിക്ക് വേണ്ടി താങ്കൾ തിരികെ വരുമോ? കേടി വരും. ഞാൻ വരുന്നില്ല, ഒരിക്കലും എന്നെ വരുന്നില്ല. എന്താ എനിക്കത് ഞാനല്ല ഈ ഞാൻ പണ്ടങ്ങാണ്ട് പോയതാ. അപ്പനോടത്തോളം കാര്യം ഞാൻ ഇവിടെ കാണത്തില്ല. അപ്പനല്ല എങ്ങോട്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടോ അടുത്ത കുടിയേറ്റിന്? നമുക്ക് ഈ പരിപാടി ചാറ് തന്നെ സഹായിച്ച നമ്മുടെ ഭയങ്കര കറക്റ്റ് സമയത്ത് ചാറ് കിട്ടില്ലായിരുന്നു. എന്തായാലും പ്രത്യേകം പറഞ്ഞു ഇത്തവണ ചാറിന് പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. തുള്ളി പോലും അളന്നാ ഒഴിച്ച്. നമ്മളെല്ലാം ശ്രദ്ധിക്കണമല്ലോ. ചാറ് കൂട്ടിയെങ്കിലും ആ ടേസ്റ്റ് അവിടെ തന്നെ. അതെ ഇവര് മാറണം, എന്നാലേ ഫസ്റ്റ് അടിക്കാം. അവസാനം കഴിച്ചു തീർക്കുന്ന ഒരു മത്സരം കൂടെ. അങ്ങനെയാണ് അപ്പുറത്തെ ഒന്ന് ചോദ്യം ചോദിച്ചു കൊടുത്തതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അതപ്പോഴേ അവസാനത്തെ ഇവിടെ ചോദ്യമില്ല. കുട്ടൻ കാരണോ മുഖത്ത് ചെറിയ നാണം ഉണ്ടല്ലോ. ആർത്തത്തിലല്ല ബ്രോ. ഇന്നത്തെ മത്സരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ തവണത്തെ കുറവുകൾ നമ്മൾ നികത്തി പോകുന്നതാണ്. അപ്പം ഇത്തവണത്തെ വിജയികളായിരിക്കുന്നത് നമ്മുടെ റാവുത്തറും ബിനീഷ് ബ്രോയാണ്. ഇവരിൽ ആരാണ് വിജയം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞങ്ങൾ കമന്റ് ചെയ്യും. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയുടെ എന്നെ നാരുടക്കിയായിരുന്നു. അതാ ലാസ്റ്റ് വായിൽ അതെടുത്ത് ഞാൻ കാണിക്കുകയും ചെയ്തു. നിങ്ങൾ ഇവന്മാരോട് ഒരു മൈക്രോ സെക്കൻഡിന് വ്യത്യാസം അതപ്പം എഴുന്നേറ്റ് പോയി ഒന്ന് വാവൊക്കെയായിരുന്നു. പക്ഷേ ക്യാമറ കിട്ടിയാലും അറിയത്തില്ല എനിക്ക്. ലാസ്റ്റ് ആർക്കായിരുന്നു? അത് മോനില്ല, എനിക്കാണ് പ്രവീണാണ്. അത് സത്യത്തിൽ നറക്കിട്ട് തീരുമാനിക്കണം ഇവർ രണ്ടുപേരിൽ ആർക്കാണ്. അത് CBI വന്നാൽ പോലും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഇവർക്ക് ലാസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഉള്ളൂ. അതെ ലാസ്റ്റ് ഉണ്ടല്ലേ ഫസ്റ്റ് ഉള്ളൂ. അതെ ലാസ്റ്റ് എനിക്ക് കേട്ടോ. പണിഷ്മെന്റ് കൊടുക്കണം. ഇവിടുന്ന് 1 കിലോമീറ്റർ ഓടിക്കണം. പറ്റത്തില്ല. പശുവിനെ പുല്ല് തിരിക്കുന്നവരുടെയും കൊടുത്തില്ല. പിന്നെ ആ വീട്ടുകാർ കൊടുത്തോളൂ. എന്തെങ്കിലും 100 മീറ്റർ ഞാൻ ഓടത്തില്ല. എനിക്ക് വേണ്ടി അണ്ണ ഓടും. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഓടത്തില്ല. ഞാൻ പണിഷ്മെന്റ് എടുക്കത്തില്ല. എനിക്ക് വയ്യ. ഞാനെത്ര കാട്ടുകപ്പയെല്ലാം അടിച്ചു കയറ്റി ഓടാനും. ഓക്കെ, നമുക്ക് തീർക്കാം. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്